ബസ്രാവിലേക്ക് പോകുന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇവിടെ എങ്ങനെ വന്നത്? അതെ മോൻ, അതിനു മുമ്പ് നമുക്കൊരു കാര്യം സാധിക്കും. മോൻ അത് കണ്ടോ? ദാ അതൊരു ഗുഹയാണ്. ആ ഗുഹയ്ക്കകത്ത് ഒരു നിധിയുണ്ട്. നമുക്കത് എടുക്കണം. ഒന്നാണോ ഇളയപ്പ? ഒരു വിളക്ക്. മോനത് എടുത്താ നമുക്ക് ഇഷ്ടം പോലെ പൊന്നുണ്ടാക്കാം. ക്ലീം ക്ലീം ഹേ ജയ് ശംഭ. മോനീ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങി നടന്ന ഗുഹയുടെ അങ്ങേ അറ്റത്ത് ഒരു വിളക്ക് കാണും. മോനത് എടുത്തോണ്ട് വാ. അയ്യോ, എനിക്ക് പേടിയാന്നു. ഇളയാപ്പ കൂടെ വാ. എളാപ്പയ്ക്ക് വരാൻ പാടില്ല മോനെ. മോനൊന്നുകൊണ്ടും പേടിക്കണ്ട. ഇതാ ഈ മോതിരം ഇട്ടോളൂ. ഈ മോതിരം ഇട്ടാ ഒരാപത്തും വരും. ഞാൻ പോവില്ല. നീ പോ. എന്നാ ഇളയാപ്പ ഒരു കാര്യം ചെയ്യാം, ബസ്രാവ് പോയിട്ട് വരുന്ന വഴിക്ക് ഇതൊക്കെ ഒന്ന് എടുക്കാം. ബസ്രായിലൊക്കെ നമുക്ക് നീ ഒന്ന് അകത്തോട്ട് എത്തി നോക്ക്. എത്തി മാത്രം നോക്കാം. ഒന്ന് എത്തി നോക്കാം. ഇളയാപ്പ കുറെ പിടിച്ചോളൂ. നീ ഒന്ന് നോക്ക്. അതൊക്കെ അതൊക്കെ
ഖാസിന്റെ വംശപരമ്പരയിൽപ്പെട്ട തുന്നൽക്കാരൻ ആലിയുടെ മകൻ, തുന്നൽക്കാരൻ മുസ്തഫായുടെ മകൻ അലാവുദ്ദീൻ, ഈ അത്ഭുത വിളക്ക് നിനക്ക് അവകാശപ്പെട്ടതാണ്. നീ ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തരുത്. ഇത് സൂക്ഷിക്കുന്നവൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനായിരിക്കും. പുറത്തു നിൽക്കുന്നത് നിന്റെ എളാപ്പയല്ല, ഒരു ദുർമന്ത്രവാദിയാണ്. ഈ വിളക്ക് നീ അവന് കൊടുക്കരുത്. കൊടുത്താൽ ജീവനാശവും വംശനാശവുമായിരിക്കും ഫലം. വിളക്ക് കിട്ടിയോ? എന്നെ മേളി കയറ്റി വിടും. ഇളാപ്പിക്കില്ല. ഇല്ല, ഞാൻ വിളക്ക് തരില്ല. എനിക്കറിയാം നിങ്ങൾ എന്റെ ഇളയാപ്പയല്ല, മന്ത്രവാദിയാണ്, ദുർമന്ത്രവാദി. അതാവുദ്ദീൻ, നീ ഗുഹയിൽ കിടന്ന് മരിക്കുന്നോ അതോ വിളക്കെനിക്ക് തരുന്നോ? അവസാനമായി നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നീ വിളക്ക് തരുന്നോ ഇല്ലയോ? മരിച്ചാലും ശരി, ഞാൻ ഈ വിളക്ക് തരില്ല. നീ എന്നേക്കുമായി ഈ ഗുഹയിൽ കിടന്ന് നശിക്കട്ടെ. നിന്റെ അത്തിയുടെ നുറുങ്ങു പോലും ഇവിടെ നിന്ന് വെളിയിൽ പോവുക. ജയ് ജംബ. എന്താ മോളെ? ഉമ്മ തന്നയച്ചതാണ്, വീട്ടിലുണ്ടാക്കിയതാണ്. എന്റെ മോന് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ്. അവനില്ലാതെ എന്തിനാ മോളെ? ഉമ്മ കഴിച്ചോളൂ. കഴിക്കാം മോളെ. എന്റെ മോനിപ്പോ എന്ത് ചെയ്യാനാവോ? ഞാൻ അങ്ങയുടെ അടിമ ഹിമ്ര. എന്റെ അടിമയാ? അതെ, ഈ മോതിരം ധരിക്കുന്നവന്റെ ആജ്ഞകൾ അനുസരിക്കുന്നവനായിരിക്കും ഞാൻ. അങ്ങക്ക് എന്തു വേണം കൽപ്പിച്ചാലും. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിട്. എന്റെ കയ്യിലേക്ക് കയറിക്കൊള്ളൂ. ഇമ്രാൻ, നീ ഇപ്പോൾ പോയിക്കൊള്ളൂ. ആവശ്യമുള്ളപ്പോ വിളിക്കാം.